1 യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. യേശുക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ പല സന്ദർഭങ്ങളിലായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൽ സുവിശേഷങ്ങളിൽ കാണുന്ന യേശുവിൻ്റെ ഞാൻ ആകുന്നു എന്ന അവകാശ പ്രഖ്യാപനങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ അതിൽ യേശുവിൻ്റെ ദൈവത്വം കൂടെ വിളംബരം ചെയ്യുന്നു. തുടർന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്നുകൂടെ പറയുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ വഴിയും സത്യവും ജീവനുമായ യേശു അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലെന്ന് സ്പഷ്ടം. യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വിവിധ അവകാശ പ്രഖ്യാപനങ്ങളെ അധികരിച്ചെന്നോണം പല കാര്യങ്ങളും യേശു ദൈവമാണെന്ന് സാക്ഷിക്കാനായി എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ചവർക്ക് എഴുതുന്ന ലേഖനമാകയാൽ അവരുടെ വിശ്വാസം പൂർണ്ണമായും ശരിയാണെന്ന് ആവർത്തിക്കുകയാണ് ഈ വാക്യത്തിലും. ഈ വാക്യത്തിലെ ആദ്യ ഭാഗത്ത് ദൈവപുത്രൻ വന്നു, സത്യദൈവത്തെ അറിവാൻ വിവേകം തന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാം ഭാഗത്ത് ആ സത്യദൈവം യേശുക്രിസ്തു തന്നെയാണെന്ന് പറയുമ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയ യേശുവിൻ്റെ വാക്കുകളെ സത്യദൈവം എന്ന വിഷയത്തിൽ അവതരിപ്പിക്കുന്നു. പിതാവായ ദൈവം തന്നെയാണ് സത്യദൈവം. ആ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ അതേ സത്യദൈവം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു. ഈ സത്യദൈവം മാത്രമാണ് നിത്യജീവൻ. ആ സത്യദൈവത്തെ അറിവാൻ യേശുക്രിസ്തു നൽകിയ വിവേകം നമ്മെ നിത്യജീവൻ്റെ പങ്കാളികളാക്കി. സത്യദൈവം ലോകത്തിൽ മനുഷ്യനായി വന്നത് നമുക്ക് നിത്യജീവൻ നൽകാനായാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല എന്നതുപോലെ സത്യദൈവമായ യേശുവിനെ അറിയാതെ ആരും നിത്യജീവൻ പ്രാപിക്കുന്നില്ല എന്നും വ്യക്തം. ഈ വിവേകം നമുക്ക് തന്ന ദൈവത്തിന് നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.